ആമുഖ സന്ദേശം നൽകുവാൻ വേണ്ടിയുള്ള സമയമാണ്. ആമുഖ വചന സന്ദേശം നൽകുന്നത് ശാലോം ടെലിവിഷൻ്റെ സീനിയർ മാനേജറായ ബ്രദർ സിബി തോമസ് പുല്ലംപ്ലാവിലാണ്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനം വളരെ ആദരവോടെ നമുക്ക് ശ്രവിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, വലിയ ദൈവാനുഗ്രഹം സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്കറിയാം, നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രി. അതോട് ചേർന്ന് ദൈവം നമ്മെയും അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 3:1 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. നാം എന്താ വിളിക്കപ്പെടുന്നത്? എന്താണ്? ദൈവമക്കൾ. കാരണം എന്താ? അതങ്ങനെയാണ്. അതിനും പറയാം, അതങ്ങനെയാണ് താനും. കാരണം എന്താ? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. വലുതിനെ വരുത്തി പറയാം, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി കലുഷിതമായ ഹൃദയത്തോടെയാണെങ്കിൽ, പരാജയഭീതിയോ രോഗപീഠകളോ ദുഃഖമോ നിരാശയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളോട് തന്നെ ഒന്ന് പറയുക, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. പറയണം. വലുതേരെ നെഞ്ചോറ് ചേർത്ത് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. നമ്മോട് തന്നെ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. കാരണം പറഞ്ഞു, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മളെ മക്കളായി സ്വീകരിച്ചു, മക്കളായി പരിഗണിച്ചു എന്നത്. എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയത്? ദൈവത്തിൻ്റെ മക്കളായി തീരാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനായി മകളായി തീരാനുള്ള പ്രവൃത്തി എന്തായിരിക്കും? അതേക്കുറിച്ച് വചനം പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറയുകയാണ്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എന്താണ്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആര് നൽകി? ദൈവം നൽകി. ഏതാണ് പ്രവൃത്തി? ദൈവത്തെ, യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു എന്നതാണ്. അവൻ്റെ നാമത്തെ വിശ്വസിച്ചു എന്നതാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ, അവിടുത്തെ നാമത്തെ സ്വീകരിച്ചവർ, അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു അഭിമാനത്തോടെ, ആ ഒരു നന്ദിയോടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഏതൊരു മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളുണ്ട്. എൻ്റെ മകൻ, മകൾ വളർന്ന് അനുഗ്രഹിക്കപ്പെടണമെന്നും, വളർന്നുയർന്ന ഇന്ന വ്യക്തിയായി തീരണമെന്നും, അവൻ്റെ ഭാവി ശോഭനമായി തീരണമെന്നും ഏത് മാതാപിതാക്കൾക്ക് ആ മക്കളെക്കുറിച്ച് സ്വപ്നമില്ലാത്തത്? ഇതേപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ ദൈവത്തിനും വലിയ സ്വപ്നങ്ങളുണ്ട്. കാരണം എന്താ? ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ആ മക്കളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ചിന്തകളുണ്ട്. ജെറമ്യായുടെ പുസ്തകം 29:11 തിരുവചനം പറയുകയാണ്: നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ നാശത്തിനുള്ളതല്ല, ശുഭമായ ഭാവി നൽകുന്ന, പ്രത്യാശ നൽകുന്ന വലിയ പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന പിതാവാണ് എന്നെ നിങ്ങളെയുമൊക്കെ മകനായി, മകളായി സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ശുഭമായ ഭാവിക്കുള്ള പദ്ധതിയാണ്. നമ്മുടെ മക്കൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ?
നമ്മൾ എത്രമാത്രം ഉയർന്നു, നമ്മളെക്കാൾ ഉയരണം, മക്കൾ ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതേപോലെ ദൈവപിതാവ് ആഗ്രഹിക്കുകയാണ്, എൻ്റെ മകൻ അനുഗ്രഹിക്കപ്പെടണം, അനുഗ്രഹമായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് ഷെയ്ക്കേനെ എടുത്തോണ്ട് പറ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. വലുതിന് വരുത്തി പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ മക്കളെ എന്ന് വിളിച്ചു, നാം ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ആ കടമകൾ എന്തൊക്കെയാ? അവന് ഭക്ഷണം കൊടുക്കണം, ഇല്ലേ? അപ്പൻ്റെ കടമയാണ്. മകന് വസ്ത്രം കൊടുക്കണം, അവനെ പഠിപ്പിക്കണം, അവന് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം. ഇങ്ങനെ ചില പ്രാഥമിക കടമകൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഓരോ പിതാക്കന്മാർക്കുമുണ്ട്, അല്ലേ? മക്കൾക്ക് അവകാശങ്ങളുണ്ട്. എന്തൊക്കെ അവകാശം? ഭക്ഷണം കഴിക്കാനുള്ള അവകാശം മക്കൾക്കുണ്ട്. പിതാവിൻ്റെ ചെലവിൽ പഠിക്കാനും വസ്ത്രങ്ങൾ ധരിക്കാനും ഒക്കെയുള്ള അവകാശം മക്കൾക്കുണ്ട്. എല്ലാ പിതാക്കന്മാരും അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കും, മിക്കവാറും എല്ലാ പിതാക്കന്മാരും. എന്നാൽ തിരിച്ചറിയുക, ചില പിതാക്കന്മാർ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവരുടെ കടമകൾ പോലും മറന്ന് കടമകളെക്കാൾ വലിയ കാര്യം മക്കൾക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ചില മാതാപിതാക്കളൊക്കെ വൈകുന്നേരം വീട്ടിൽ ചെന്നാൽ എപ്പോഴും എന്തെങ്കിലും ഒരു പൊതിക്കെട്ടുമായിട്ട് ചെല്ലും. എന്താ? മധുര പലഹാരങ്ങളുമായി. ആർക്ക് കൊടുക്കാനാ? മക്കൾക്ക് കൊടുക്കാൻ. ചില മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായെങ്കിൽ ഒരു കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് സമ്മാനം മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അത് ആ അപ്പൻ്റെ കടമയിൽപ്പെട്ട കാര്യമല്ല, അത് കുഞ്ഞിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ല, അത് ആ സ്നേഹത്തിൻ്റെ പാരമ്യം കൊണ്ട് ചെയ്യുന്നതാണ്. ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും, ഒത്തിരി വലിയ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് മക്കളെ പരിപോഷിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലത്. അത് അപ്പന് മക്കളോടല്ല കൂടുതൽ കാണുന്നത്, ഒന്നോ രണ്ടോ മക്കളുള്ള കുടുംബങ്ങളിലൊക്കെയാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നതായി പ്രകാരമൊക്കെ വളരെ നല്ല കാര്യം അത്. ഇതേപോലെ പ്രിയമുള്ളവരെ, ദൈവത്തിന് ചില കടമകൾ നമ്മളോടുണ്ട്, നമ്മളെ സംരക്ഷിക്കാനുള്ള. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, ദൈവം കടമയേക്കാൾ ഉപരിയായി, നമ്മുടെ അവകാശത്തേക്കാൾ ഉപരിയായി ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നമുക്ക് അവകാശപ്പെട്ടതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവകാശപ്പെട്ടതിനേക്കാൾ അധികം അനുഗ്രഹങ്ങൾ ദൈവം അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറയാൻ ചിലപ്പോൾ വാക്കുകൾ പോരാം, അത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കുന്നു. ഇവിടെയൊക്കെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, ദൈവം ഇത്രമാത്രം അനുഗ്രഹിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് ആ ദൈവം പരിതപിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പ്രതി ദൈവം പരിതപിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുക. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പ്രതി ദൈവം പരിതപിച്ചു. കാരണം എന്താ? സൃഷ്ടിച്ചു, പരിപാലിച്ചു, സംരക്ഷിച്ചു, പക്ഷേ അവർ അനുസരണക്കേട് കാണിച്ചു. ഇതേപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ അനുസരണക്കേടുകൾ സംഭവിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കാതെ പോകുമ്പോൾ ദൈവത്തിന് വലിയ ദുഃഖമുണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. ദൈവത്തിനുണ്ടായ വേദനയെക്കുറിച്ച് കർത്താവ് എനിക്ക് നൽകിയ ഒരു ചിന്ത, ഒരു ബോധ്യം. ഹല്ലേലൂയ. ചെറിയൊരു കാര്യമാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ സംഭവം. കഴിഞ്ഞ അവധിക്കാലത്ത്, നമുക്കറിയാം അവധിക്കാലം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു. അവധിക്കാലത്ത് സാധാരണ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന മുടക്കാറില്ല. എൻ്റെ കുട്ടികളും സാധിക്കുന്നത്രയും ദേവാലയത്തിൽ വരാറുണ്ട്. അപ്പോൾ അവധിക്കാലത്ത് ഞാനിങ്ങനെ ഡിമാൻഡ് വെച്ചു, എല്ലാ ദിവസവും കുടുംബത്തോടെ നമുക്ക് പള്ളിയിൽ പോകണം. അതിനുള്ള സാഹചര്യമുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. രാവിലത്തെ 1 മണിക്കൂർ സമയം കുർബാനയ്ക്കുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് കളിക്കാനും മറ്റൊരു പരിപാടിക്കാരും പോകരുത്, നമുക്ക് പള്ളിയിൽ പോകേണ്ടതാണ്. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ദേവാലയത്തിൽ പോകാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മൂത്ത മകൻ, അവൻ +1 പഠിക്കുന്ന കുട്ടിയാണ്, അവൻ കിടക്കുന്ന മുറിയിൽ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല. അവൻ്റെ മുറിയിൽ ഫാൻ കറങ്ങുന്നുണ്ട്, പക്ഷെ അവനവിടെ കാണുന്നില്ല. സാധാരണഗതിയിൽ വിളിക്കാതെ അവൻ എഴുന്നേൽക്കാറില്ല, വിളിച്ചെങ്കിൽ വിളിച്ച് നിർബന്ധിക്കാൻ എഴുന്നേൽക്കാറുള്ളൂ. അവനെ കാണുന്നില്ല. നോക്കിയപ്പോൾ പുറത്തേക്കുള്ള ഡോർ തുറന്ന് കിടക്കുന്നു. ഞാൻ നോക്കി, പുറത്തില്ല, മുറ്റത്തില്ല, എവിടെയൊക്കെ നോക്കി, കണ്ടില്ല. ഈ വിഷമമായി. ഞാൻ തിരിച്ചു കയറി വന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് ചോദിച്ചു, അവനെന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, കണ്ടില്ല, എവിടെ പോയെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ മറ്റ് 2 മക്കൾ ഒരുമിച്ച് കിടക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, രണ്ടാമത്തെ കുട്ടിയും 3ാമത്തെ കുട്ടിയും. അപ്പോഴാണ്
മറ്റൊരു സത്യം ഞാൻ തിരിച്ചറിയുന്നത്, ആ 2 കുട്ടികൾ കിടന്നുറങ്ങുന്ന കട്ടിലിൽ ഇളയ കുട്ടിയെ കാണുന്നില്ല. 3ാമത്തെ കുട്ടി, അവൻ 6ാം ക്ലാസ് പഠിക്കുന്നവൻ, അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ 2ാമത്തെ കുട്ടി വിളിച്ചെഴുതുമ്പോൾ ചോദിച്ചു, എന്തിയെ നിൻ്റെ ഇവിടെ കിടന്ന കൊച്ചെന്തിയെ? അപ്പോൾ അവൻ പറഞ്ഞു, അപ്പ എനിക്കറിയത്തില്ല. വീണ്ടും അവൻ പറഞ്ഞു, അപ്പ ചേട്ടായി അവനെ വന്ന് വിളിക്കുന്നത് കണ്ടു, എന്തോ സ്വകാര്യം പറയുന്നതും കണ്ടു, അവൻ പെട്ടെന്ന് ചാടി ഇരത്തിന് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. രാവിലെ 2 പേരും കൂടെ പോയി. ഞാൻ പെട്ടെന്ന് മുറ്റത്തിറങ്ങി നോക്കി, കാണുന്നില്ല. വീടിൻ്റെ പുറകിലെ ഭാഗത്തൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് ദൂരത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്ന ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മൂത്തവനും ഇളയവനും നമ്മളെ പറ്റിച്ച് കളിക്കാൻ വേണ്ടി പോയി. ഞാൻ തിരിച്ചു വന്നു, എല്ലാം കഴിഞ്ഞ് ആ വൈഫും മറ്റേ കുഞ്ഞുങ്ങളുമായി ദേവാലയത്തിലേക്ക് പോയി. ഞാൻ ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ടായി. ആ വേദന കുട്ടികൾ രാവിലെ കളിക്കാൻ പോയി എന്നതിനേക്കാൾ ഉപരിയായി, അവർ കുർബാന മുടക്കി എന്നതിനേക്കാളും ഉപരിയായി മറ്റൊന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഇവർ കളിക്കാൻ പോയ ഗ്രൗണ്ട്, ആ വോളിബോൾ ഗ്രൗണ്ട് എൻ്റെ പറമ്പിൽ തന്നെയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയും അയൽവക്കത്തുള്ള മക്കൾക്ക് വേണ്ടിയും ആ പറമ്പിൻ്റെ ഒരു ഭാഗം മക്കൾക്ക് കളിക്കാൻ വേണ്ടി അനുവദിച്ചു. അത് എൻ്റെ കടമയല്ല. വർഷങ്ങളായി അവിടെ കൃഷി ചെയ്യുന്നില്ല. വലിയ നഷ്ടം സഹിച്ച് ഞാൻ ഈ പറമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടും മക്കൾ അനുസരണക്കേട് കാണിച്ചല്ലോ. മറ്റൊന്ന്, ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടൗണിൽ ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ മക്കളിനോട് ചോദിച്ചു, പപ്പ ഞങ്ങൾക്കൊരു ഫുട്ബോൾ മേടിക്കാനുള്ള പൈസ കടം തരാമോ? ഞങ്ങൾ കൂട്ടുകാരോടൊക്കെ പിരിവെടുത്ത് പപ്പായ്ക്ക് പൈസ തിരിച്ചു തരാം. ഞാൻ അവർക്കൊരു ഫുട്ബോൾ മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പപ്പയുടെ ഗിഫ്റ്റാണ്, പൈസ തിരിച്ചു തരണ്ട, നിങ്ങൾ കളിച്ചു. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും കൊടുത്തു, എൻ്റെ കൈ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവർ കളിക്കാൻ വേണ്ടി ഒരു ഫുട്ബോൾ മേടിച്ച് കൊടുത്തു. ഒറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം, എല്ലാ കൂട്ടുകാരെയും കൂട്ടി കളിക്കാം, പക്ഷേ രാവിലെ കുർബാനയ്ക്ക് പോകേണ്ട സമയത്ത് പള്ളിയിൽ പോയിരിക്കണം. ഈ ഒറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. ഈ വ്യവസ്ഥയാണ് കുഞ്ഞുങ്ങൾ ധിക്കരിച്ചത്, തെറ്റിച്ചത്. എനിക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരികയാണ്. ഒത്തിരി വിഷമത്തോടെ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന വീട്ടിൽ വരുമ്പോൾ മൂത്ത കുട്ടി അവിടെ ഇല്ല, അവൻ മറ്റൊരു സ്ഥലത്ത് പോയി. ഇളയ കുട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ അവനെ പിടിച്ച് ശകാരിച്ച് ചെറിയ 2 അടി കൊടുത്തു. എനിക്ക് മനസ്സിൽ തോന്നി, ഈ ബോളാണ് പ്രശ്നക്കാരൻ. മോനെ മോൾ എന്ത് അവനോട് ചോദിച്ചു. അവൻ ബോളുള്ള സ്ഥലം പറഞ്ഞു തന്നു. ഞാൻ ആ ഫുട്ബോൾ എടുത്തു, വീട്ടിൽ കയറി നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് എടുത്ത് ആ ഫുട്ബോൾ ഞാൻ കണ്ടിച്ച് പൊട്ടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ബോൾ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. ഇത് കണ്ട് എൻ്റെ കുഞ്ഞിന് വലിയ ദുഃഖമുണ്ടായി. അവൻ്റെ കണ്ണ് നിറയുന്നത് കരയുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് പതിവ് പോലെ ശാലോമിലേക്ക് വന്നു. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ 9 മുതൽ 10 വരെയും ഇവിടെ പ്രാർത്ഥനയാണ്. പതിവ് പോലെ ഞാൻ ഈ ഹാളിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ, പ്രാർത്ഥനയുടെ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഈ ചിന്തകൾ ഇങ്ങനെ തികട്ടി വരികയാണ്. പ്രഭാതത്തിലെ സംഭവങ്ങൾ, കുട്ടികൾ അനുസരണക്കേട് കാണിച്ചല്ലോ, അവർ രാവിലെ പറഞ്ഞതുപോലെ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല, കുർബാനയിൽ പങ്കെടുത്തില്ല. അതിനേക്കാളെല്ലാം ഉപരിയായി കുഞ്ഞുങ്ങൾ ഞാൻ ഇത്രമാത്രം അവരെ കെയർ ചെയ്തിട്ടും അവർക്ക് അവകാശപ്പെടാത്ത രീതിയിൽ അവർക്ക് ഗ്രൗണ്ടും വോളിബോൾ ഫുട്ബോൾ എല്ലാം മേടിച്ചു കൊടുത്തിട്ടും അവർ അനുസരണക്കേട് കാണിച്ചല്ലോ. ആ ഒരു വിഷമം, അതോടൊപ്പം തന്നെ ശിക്ഷിച്ചത് കൊണ്ടുള്ള വിഷമം, ആ ഫുട്ബോൾ ഞാൻ കളഞ്ഞു. ബാക്കി കുട്ടികൾ കളിക്കാൻ വരുമ്പോഴേക്ക് ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വേദന, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്ന് ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നെടുവീർപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രയർ ഹാളിൽ വളരെ വേദനയോടെ പ്രയർ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സ്വരം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ, നീ വേദനിക്കുന്നത് പോലെ പലപ്പോഴും ഞാനും വേദനിക്കുന്നു. കർത്താവ് പറഞ്ഞു, നീ വേദനിക്കുന്നത് പോലെ പലപ്പോഴും ഞാനും വേദനിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നീ വേദനിച്ചു, ഞാനും വേദനിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെടുന്നതിനേക്കാൾ വലിയ സമ്മാനങ്ങൾ കൊടുത്തു, അവരതിൻ്റെ മോശമായി പ്രതികരിച്ചപ്പോൾ നിനക്ക് വേദനയുണ്ടായി. ഇതേപോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, അർഹതപ്പെടാത്തതിനേക്കാൾ അധികമായ അനുഗ്രഹങ്ങൾ നിനക്ക് നൽകുമ്പോൾ, നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നീ എന്നോട് മത്സരിക്കുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ വെച്ച് കാണുകയാണ് വേദനിക്കുന്ന ഒരു കർത്താവിൻ്റെ കണ്ണുനീർ, വേദനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കണ്ണുനീർ അവിടെ ഞാൻ കാണുകയാണ്. നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ നീ ഇപ്പോൾ വേദനിക്കുന്നത് പോലെ ഞാനും വേദനിക്കുന്നു എന്ന് ആ ദൈവത്തിൻ്റെ സ്വരം എൻ്റെ കാതുകളിലേക്ക് വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ഞാനൊരു വലിയ തിരിച്ചറിവിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ കർത്താവ് അത് നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചു,
നിന്റെ ജീവിതയാത്രയിൽ കർത്താവ് നിന്നെ പരിപാലിച്ചു, സംരക്ഷിച്ചു, അനുഗ്രഹിച്ചു, അനുഗ്രഹമാക്കി മാറ്റി. അർഹിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ നൽകി നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ആ ദൈവം നിന്നെക്കുറിച്ച് ഒരിക്കലും വേദനിക്കാൻ ഇടയാകരുത്. ആ ദൈവം നിന്നെക്കുറിച്ച് കണ്ണുനീർ പൊഴിക്കാൻ ഇടയാകരുത്. എനിക്ക് വേദന, കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചപ്പോൾ വേദന ഉണ്ടായി, അവിടെ ബോൾ നശിപ്പിച്ചപ്പോൾ വേദന ഉണ്ടായി. കർത്താവ് പറഞ്ഞു, ഞാനും പലപ്പോഴും നിന്റെ ഫുട്ബോളുകൾ പൊട്ടിച്ചു കളയാറുണ്ട്. ഞാനും പലപ്പോഴും നിന്റെ പ്ലേ ഗ്രൗണ്ടുകളെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഞാനും പലപ്പോഴും നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ട രീതിയിൽ ഉത്തരം തരാതിരിക്കുന്നുണ്ട്. ഞാനും പലപ്പോഴും വേദനയോടെ നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നുണ്ട്. കർത്താവ് പറയുമ്പോൾ എന്നിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ വചനം ഇതാണ്. ജെറമ്യയുടെ പുസ്തകം 31:20. എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമന കുട്ടൻ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴൊക്കെ നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു, എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമന കുട്ടൻ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴൊക്കെ നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു, എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഈ രാത്രിയിൽ ഇതാണ് നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് പറയാനുള്ള ഒരു വേദന. അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റിയപ്പോൾ, ആർക്കും നൽകാത്ത സമ്പത്തുകളാൽ നിന്നെ നിറച്ചപ്പോൾ, ജീവിത പങ്കാളി നൽകി, കുഞ്ഞുങ്ങളെ നൽകി, ജോലി നൽകി, സമ്പത്ത് നൽകി, സമ്പത്ത് നേടാൻ ശക്തി നൽകിയത് എൻ്റെ കരങ്ങൾക്കാണെന്ന് നീ പറയരുത്. ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം തന്നതാണ്. അധ്വാനിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നതാണ്, ജീവിത പങ്കാളിയെ ദൈവം തന്നതാണ്, കുഞ്ഞുങ്ങളെ ദൈവം നൽകിയതാണ്, സമ്പത്ത് ദൈവം നൽകിയതാണ്. ദൈവം നൽകിയതല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അതിനെ പ്രതി ദൈവത്തിന് നന്ദി പറയാതിരിക്കുമ്പോൾ, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാതിരിക്കുമ്പോൾ, ദൈവത്തോട് വേണ്ട രീതിയിൽ ചേർന്ന് നിൽക്കാതിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ കർത്താവ് വേദനിക്കുകയാണ്, നമ്മുടെ ദൈവം ദുഃഖിക്കുകയാണ്. ജെറമ്യ 3:19. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനങ്ങളിലും വെച്ച് ഏറ്റവും ഛേദകരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ മക്കളോടൊപ്പം നിന്നെ പാർപ്പിക്കാനും സകല ജനങ്ങളിലും വെച്ച് ഏറ്റവും ഛേദകരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗങ്ങൾ നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ കരുതി. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ നീ എന്നെ വിളിച്ചില്ല. ഹല്ലേലൂയ. വരുത്തി പറയാം ഹല്ലേലൂയ. സ്വരം വരുത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും നമ്മുടെ ജീവിതയാത്രയിൽ മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അർഹിക്കുന്നതിനേക്കാൾ വലിയ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കർത്താവുമായിട്ട് രമ്യതപ്പെടാം. യെശയ്യാ 1:18. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞ് പോലെ വെളുപ്പിക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഞാൻ അതിനെ വെളുത്തതാക്കി മാറ്റും. അതിനാൽ നമുക്ക് ഈ രാത്രിയിൽ കർത്താവുമായി രമ്യതപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. കണ്ണിലടയ്ക്കാൻ നമുക്ക് കർത്താവിൻ്റെ വലിയ സാമീപ്യം എന്ന് നമുക്ക് അനുഭവിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയത്തെ നോക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിനെ പ്രതി ദൈവം പരിതപിച്ചു. ദൈവം നിന്റെ മേൽ നൽകിയ, നിന്റെ കുടുംബത്തിന്മേൽ നൽകിയ നന്മകളെ പ്രതി പ്രിയമുള്ളവരെ പരിതപിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രി ചിന്തിക്കാം. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ച ഫുട്ബോളുകൾ അവിടുന്ന് തകർത്ത് കളഞ്ഞോ എന്ന് ചിന്തിക്കാം. ചില നിന്റെ പ്രാർത്ഥനകൾക്ക് ഇപ്പോഴും അവിടുന്ന് മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ, ചില പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചറിയുക, ഏതോ ജീവിതയാത്രയിൽ നീ നിന്റെ ദൈവത്തെ വേദനിപ്പിച്ചു. വേദനിപ്പിച്ചപ്പോൾ നിന്റെ ഫുട്ബോൾ തകർത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്ലേ ഗ്രൗണ്ടുകളെ അവിടുന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണത്തിൽ അവിടുന്ന് നിനക്ക് ശിക്ഷണ നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം പറയുകയാണ്, എഫ്രായിം നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമന കുട്ടൻ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചപ്പോഴും, അവരെ ശകാരിച്ചപ്പോഴും, അവർക്ക് പണിഷ്മെന്റ് കൊടുത്തപ്പോഴും എൻ്റെ ഹൃദയം വേദനിച്ചു, അപ്പനായതുകൊണ്ട്. ഇതേപോലെ പ്രിയമുള്ളവരെ, നമ്മെ പ്രതി നമ്മുടെ
ദൈവം വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവുമായി രമ്യതപ്പെടാൻ കണ്ണുകളടച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഒരു നിമിഷം ചിന്തിക്കാം, എന്തുമാത്രം അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു, സമ്പന്നമാക്കി മാറ്റി. എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വർഷിച്ചു. നമുക്ക് വേണ്ടി അവിടെ സ്വർഗം തുറന്നില്ലേ? നമുക്ക് വേണ്ടി എല്ലാം നൽകിയില്ലേ? എന്തുമാത്രം അനുഗ്രഹങ്ങളാൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് നിറച്ചു. ജീവിത പങ്കാളി അനുഗ്രഹിച്ചില്ലേ? മക്കളെ അനുഗ്രഹിച്ചില്ലേ? സാമ്പത്തിക മേഖല അനുഗ്രഹിച്ചില്ലേ? ആരോഗ്യത്തെ അനുഗ്രഹിച്ചില്ലേ? സർവ്വമേഖലയും ഈശോ അനുഗ്രഹിച്ചില്ലേ? ദൈവം നൽകാത്തതായി നമുക്ക് എന്തുണ്ട്? കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നതാ, ആരാധിക്കുന്നതാ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൃഷ്ടിച്ച ദൈവം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. കർത്താവിന്റെ സ്വരം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കർത്താവേ, രാത്രിയിൽ അവിടുന്ന് അനുകമ്പയോടെ ഞങ്ങളെ നോക്കണമേ. കർത്താവെ, അങ്ങുമായിട്ട് ഞങ്ങൾ രമ്യപ്പെടുന്നു. കർത്താവെ, ഞങ്ങളുമായി രമ്യത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹമാക്കി ഉയർത്തണമേ. സ്വർഗം തുറന്ന് കർത്താവെ ഞങ്ങളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശാലോം ടിവിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.